ഹായ് ഫ്രണ്ട്സ്, ഷൈനിക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സക്സസ് വരാൻ പോകുന്നു, ഒരു വിക്ടറി. നിങ്ങൾ ഒരുപാട് കൊതിച്ച് ആഗ്രഹിച്ചു നിന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു വലിയ വിജയം വരാൻ പോകുന്നു. അത് കണ്ട് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഡീറ്റെയിൽഡായിട്ട് ഈ വിജയം എന്താണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. Okay. King of Swords. Okay. The Sun. Hanged Man. Temperance. Judgment. Wow. Nine of Cups. ജസ്റ്റിസ്. വാവ്, ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും ചേർന്ന് വന്നിട്ടുണ്ട്. വാവ്. 5 of Pentacles. ഓക്കെ. 3 of Pentacles. 8 of Cups. ഓക്കെ. ബോട്ടം വന്നിരിക്കുന്ന ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞു നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോകുന്നു. അത് എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ കിങ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുണ്ട്. അത് എവിടെയുള്ള വ്യക്തിയും ആവാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, നിങ്ങളുടെ കരിയറിലാവാം, എവിടെയാണെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ഡോമിനേറ്റ് ചെയ്ത്, നിങ്ങളെ ഒരുപാട് തളർത്തി, എത്രയൊക്കെ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് വളരെ ആത്മാർത്ഥമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ നിങ്ങളൊരുപാട് എഫർട്ട് ഇട്ടിട്ട് നിന്നിട്ടും ആ വ്യക്തി നിങ്ങളുടെ വാല്യൂ ഒരിക്കലും മനസ്സിലാക്കുകയോ നിങ്ങളെന്ന വ്യക്തിയെ അംഗീകരിക്കുകയോ ചെയ്യാതെ നിങ്ങൾക്ക് ഒരു വാല്യൂവും തരാതെ നിന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ കരിയറിലാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവാം. ആ വ്യക്തി എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും, എത്ര റൂഡായിട്ട് സംസാരിച്ചാലും വീണ്ടും അതിനെ വന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ വിശ്വസിക്കുകയും ആ വ്യക്തിയുടെ പിറകെ പോവുകയും എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിച്ച് കൊണ്ടിരുന്നു. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് വീണ്ടും പോകുമ്പോഴും ആ വ്യക്തിയോട് അടുത്ത് ഇടപഴകുമ്പോഴും എപ്പോഴും നിങ്ങളുടെ എനർജി ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ എപ്പോഴും ഡൗൺ ആയി പോകും. എപ്പോഴും നിങ്ങളെ ആ വ്യക്തി താഴ്ത്തിക്കെട്ടാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. എപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളെ ജയിക്കണം എന്നുള്ള ഒരു ത്വരയായിരുന്നു. പക്ഷേ ആ വ്യക്തി പലപ്പോഴും അതിനെ മറച്ചു വെച്ച് അടിക്കടി നിങ്ങളടുത്ത് നിങ്ങൾ മാറിപ്പോകാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം നടിക്കുമായിരുന്നു. നല്ല വ്യക്തിയായിട്ട് നിങ്ങളടുത്ത് വളരെ ആത്മാർത്ഥമുള്ള വ്യക്തിയാണെന്ന് ഭാവിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ആ വ്യക്തി വിട്ട് പോകാനും കഴിയുന്നില്ല, ആ വ്യക്തിയോടൊപ്പം ഇരിക്കാനും കഴിയാൻ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എനർജി എല്ലാം ഇങ്ങനെ ലോസായി പോയിക്കൊണ്ടേയിരുന്നു. അതിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ട്, ഒരു ന്യായം നിങ്ങൾക്ക് ഇതുവരെ ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. എപ്പോഴും നിങ്ങളെ ആ വ്യക്തി എപ്പോഴും ഒരു പടി താഴെ, നിങ്ങളൊരിക്കലും എന്ത് കാര്യം പറഞ്ഞാലും, നിങ്ങളൊരു നല്ല കാര്യം ചെയ്ത് എന്ന് പറഞ്ഞാലും ആ വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് മാത്രമല്ല അതിലൊരു കുറ്റം കണ്ടുപിടിച്ചു കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ആ വ്യക്തിയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് സക്സസ് കിട്ടാതെ, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് ദ സണ്ണാണ്. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോകുന്നു. നിങ്ങൾ ജയിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഭാഗത്ത് ന്യായം വരുന്നു. കാരണം ഇവിടെ ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട്, ജസ്റ്റിസും വന്നിട്ടുണ്ട്. ഇതുവരെ ആ വ്യക്തി നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളിലും തെറ്റായിരുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു കാര്യം നടക്കാൻ പോകുന്നു. അതായത് ഇതുവരെ ആ വ്യക്തി പല കാര്യങ്ങളിലും നിങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങളാണ് ശരിയില്ലെന്ന് വരുത്തി തീർത്തിട്ടുണ്ടെങ്കിൽ ഇനി അതെല്ലാം മാറാൻ പോകുന്നു. എല്ലാം നേരെ തിരിയുന്നു. അതായത് ആ വ്യക്തിയാണ് തെറ്റാണെന്ന് നിങ്ങളൊരു നല്ലൊരു വ്യക്തിയായിരുന്നു, നിങ്ങളുടെ ഭാഗത്തായിരുന്നു ശരിയെന്ന് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നു. ആ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് ന്യായം തരാൻ പോകുന്നു. നിങ്ങളുടെ യഥാർത്ഥ മനസ്സ്, നിങ്ങളെന്ന വ്യക്തി, നിങ്ങളുടെ വാല്യൂ എല്ലാം എല്ലാവരും തിരിച്ചറിയാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് അത്രയും ഒരു ഹീലിംഗ് കിട്ടാൻ പോകുന്നു. ഇതുവരെ എനിക്കൊരു ന്യായം കിട്ടിയില്ലല്ലോ എന്ന് നിങ്ങൾ ഇരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ഹീലിംഗ് വരുന്നു. ഇത്രയും കുറച്ച് പേരൊക്കെ കുറേ വർഷങ്ങൾ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടാകും ഒരു സിറ്റുവേഷൻസ്. എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയായിട്ട്
അല്ലെങ്കിൽ ഒരു കഴിവും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ കഴിവുകളൊന്നും തിരിച്ചറിയാതെ നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കഴിവുകൾ പലതും മറ്റുള്ളവർ അവരുടെ ഇതാക്കി മാറ്റി അവർ ഒന്ന് ഉയർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് ന്യായം കിട്ടി. നിങ്ങളുടെ വാല്യൂ എല്ലാവരും മനസ്സിലാക്കാൻ പോകുന്നു. നിങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിൽ ഒരു സക്സസ്സും ഒരു നല്ലൊരു നിങ്ങൾ മാനിക്കപ്പെടാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അത്രയും പ്രകാശിച്ച് നിൽക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ആ വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് സ്റ്റക്കായി നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഹാങ്ഡ് മാനാണ് ഇവിടെ. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എന്ത് ചെയ്താലും ആ വ്യക്തി അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിനെ മാറ്റി നിങ്ങൾക്ക് എതിരായിട്ട് മാറ്റി എല്ലാവരുടെയും മുമ്പിൽ മാനിപ്പുലേഷനായിട്ട് നിന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളെ തനിച്ചാക്കിയിട്ടുണ്ട് ജീവിതത്തിൽ. നമുക്കെതിരെ നടക്കുന്നതെല്ലാം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ തനിച്ച് നിന്ന് എല്ലാവരും കുറ്റപ്പെടുത്തലുകൾ കേട്ട് ഒരുപാട് അങ്ങനെ സഹിച്ച് നിന്നിട്ടുണ്ട് നിങ്ങൾ. അതിനെല്ലാം ഇവിടെ വരാൻ പോകുന്ന ടെമ്പറൻസ് ആണ്. നിങ്ങൾക്കൊരു ബാലൻസ് വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. ഇതുവരെ നിങ്ങൾ അത്രയും ഒരു ഡൗൺ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് ആണ് വരാൻ പോകുന്നത്. മാനസികമായും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഒരു ബാലൻസ്ഡ് ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകാൻ പോവുകയാണ്. മാത്രമല്ല, ഞാൻ ആൾറെഡി പറഞ്ഞു, ജഡ്ജ്മെൻറ്റ്, ജസ്റ്റിസ്. നിങ്ങൾക്ക് ഇതുവരെ ഒരു ന്യായം കിട്ടിയിട്ടില്ല. നിങ്ങൾ അത്രയും തകർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടേണ്ട പല അവകാശങ്ങളും നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട് നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ആ പ്രപഞ്ചശക്തി അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് പേരൊക്കെ ഈ സിറ്റുവേഷൻസിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയി തന്നെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും കുറച്ച് പേരൊക്കെ. അങ്ങനെ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന എനർജിയാണ്. എന്തായാലും നിങ്ങൾ അങ്ങനെ ആകും എന്ന് കൂടെയുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. നമ്മൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ബാലൻസ് ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോഴാണ് ആ സിറ്റുവേഷൻസ് മാറി വരുന്നത്. സോ നിങ്ങൾ അങ്ങനെ മാറിയില്ലെങ്കിൽ ഇനി മാറണമെന്നാണ് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ന്യായം കിട്ടും, ബാലൻസ് വരും. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും നിങ്ങൾക്ക് കൂടെ നിൽക്കുന്നവരിൽ നിന്നൊക്കെ അങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അതെല്ലാം മാറി നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഫാമിലിയിലായാലും നിങ്ങൾ വളരെ എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയായിട്ട് സന്തോഷത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് കാണുന്നത്. ഇനി അങ്ങോട്ട് ആ സിറ്റുവേഷൻസൊക്കെ മാറി വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ കുറേ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി നിങ്ങൾ അത്രയും ദുഃഖിച്ച് നിന്നുവെങ്കിൽ ഇനി അതൊക്കെ നിങ്ങൾക്ക് പിന്നിലുപേക്ഷിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നാണ് കാണുന്നത്. ഇതുവരെ നിങ്ങളവിടെ സ്റ്റക്കായി നിന്നിട്ടുണ്ടാവും. ആ വേദനയിൽ തന്നെ നിങ്ങളങ്ങനെ മുങ്ങി താണു പോകുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ നിന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾ എത്രയൊക്കെ മാറിപ്പോകാൻ ശ്രമിച്ചാലും സിറ്റുവേഷൻസ് വീണ്ടും ആ ഒരു ചുഴി പോലെ നിങ്ങൾ അതിനുള്ളിലിട്ട് ഇങ്ങനെ നമ്മളൊരു ലൂപ്പിൽ പെട്ട് കിടക്കില്ലേ, അങ്ങനെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് പിന്നിലുപേക്ഷിച്ച് മുമ്പോട്ട് മൂവ് ചെയ്യാൻ കഴിയുമെന്നാണ് കാണുന്നത്. അതിനുള്ള സിറ്റുവേഷൻസ് വരും, എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരും എന്നാണ് കാണുന്നത്. എന്തായാലും നിങ്ങൾക്കൊരു വിക്ടറിയാണ് കിട്ടാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിട്ടുണ്ട്. ഇതുവരെയുള്ള ആ ഒരു പ്രശ്നങ്ങൾ, അത്രയും വേദനകൾ, നിങ്ങളുടെ മാനസിക സമ്മർദ്ദമായിരിക്കാം. കുറേ ട്രോമകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അതൊക്കെ എൻഡായി നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ്സ്, നിങ്ങളുടെ മനസ്സ് അത്രയും ഒരു ബാലൻസ്ഡായി സന്തോഷമായിട്ട് സമാധാനപൂർണ്ണമായി നന്നായിട്ട് ഉറങ്ങി ഹാപ്പിയായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നാണ് കാണുന്നത്. കുറേ വേദനകൾ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് പറ്റാതെ നിങ്ങൾ സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ ആ വേദനകളിൽ നിന്നെല്ലാം ഹീലായി നിങ്ങൾക്ക് പുറത്ത് വന്ന് സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഇനി കഴിയുമെന്നാണ് കാണുന്നത്. ആ ഈശ്വരൻ നിങ്ങളെ അതിലേക്ക് നയിക്കും. ആ പ്രപഞ്ചശക്തി നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ പെട്ട് നിന്ന് നിങ്ങൾക്കൊരു ന്യായം കിട്ടാതെ നിന്നതെങ്കിൽ, അതുമല്ല നിങ്ങളുടെ മാനസികമായി ഒരുപാട് ട്രോമകളിൽ നിന്നാണ് നിങ്ങൾക്ക് പുറത്ത് വരേണ്ടത്. എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻസ്, അതിൽ നിങ്ങൾക്കൊരു ന്യായവും നീതിയും ഒരു ബാലൻസും ഒരു സന്തോഷവും കരിയറിൻ്റെ കാര്യത്തിലായാലും സക്സസ്സും ഒക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു നല്ല റീഡിംഗാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.